കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുറുവ ദ്വീപിലെ താൽക്കാലിക ജീവനക്കാരൻ പാക്കം സ്വദേശി വെള്ളച്ചാൽ പോളിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. ഇന്നലെ രാത്രി മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി. ഇപ്പോൾ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. വിശദാംശങ്ങളുമായി റിയാസ് KM ഉണ്ട്. റിയാസ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ ഒരു തുടർച്ചയായി രണ്ടാമത്തെ വ്യക്തിക്കാണ് ഇപ്പോൾ ഈ ഒരു ദുരന്ത അവസ്ഥ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ വ്യക്തിയെയാണ് ഇത്തരത്തിലൊരു ആന കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മറ്റ് നടപടിക്രമങ്ങൾ, പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. എപ്പോഴാണ് വയനാട്ടിൽ എത്തിക്കുന്നത്? അവിടെ എത്തിയ ശേഷമുള്ള മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്? വിദ്യ, പോളിൻ്റെ മൃതദേഹം ഇപ്പോൾ ആംബുലൻസിൽ കയറ്റി കഴിഞ്ഞു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം ഇത് ഇവിടെ നിന്നും പുറപ്പെടും. പോളിൻ്റെ അടുത്ത ബന്ധുക്കളെല്ലാം തന്നെ ഒപ്പമുണ്ട്. എന്തായാലും ടി സിദ്ദിഖ് MLA, അദ്ദേഹം ഇവിടെ കൽപ്പറ്റ MLA കൂടിയായ KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ടി സിദ്ദിഖ് അല്പം മുൻപാണ് ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചത്. അദ്ദേഹം ഇവിടെയുണ്ട്. കൂടാതെ പോളിൻ്റെ മൃതദേഹം നേരെ പാക്കത്തെ വീട്ടിലേക്കാണ് കൊണ്ടുപോവുക. അവിടെ നിന്നും കൊണ്ടുപോയതിനു ശേഷം നേരെ ഉച്ച കഴിഞ്ഞ് പിന്നീട് പുൽപ്പള്ളിയിലുള്ള ഇടവപ്പള്ളി ആ സെമിത്തേരിയിലേക്കാണ് എത്തിക്കുക. അവിടെ എത്തിച്ച ശേഷം ഈ ഇടവപ്പള്ളി സെമിത്തേരിയിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. എന്തായാലും പാക്കത്ത് ഈ മൃതദേഹം നേരെ വയനാട്ടിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ ആംബുലൻസ് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇത് നേരെ വയനാട്ടിലേക്ക് കൊണ്ടുപോയി പാക്കത്തെത്തി പാക്കത്ത് വീട്ടിലായിരിക്കും മിക്കവാറും പൊതുദർശനം ഉണ്ടാവുക എന്നാണ് ഈ ഘട്ടത്തിൽ ബന്ധുക്കളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചിരുന്നു. അത് പ്രത്യേകിച്ച് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഒപ്പം തന്നെ IC ബാലകൃഷ്ണൻ MLAയുടെയും എല്ലാം നിർദ്ദേശപ്രകാരം വയനാട് ജില്ലാ കളക്ടർ കോഴിക്കോട് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെടുകയും കോഴിക്കോട് ജില്ലാ കളക്ടർ പ്രത്യേക ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തത്. എന്തായാലും ഇപ്പോൾ ടി സിദ്ദിഖ് MLA, കൽപ്പറ്റ MLA ടി സിദ്ദിഖ് കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുന്നു. ഈ ഒരു ദാരുണമായ അവസ്ഥയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വയനാട്ടിലേറെ വിഷമകരവും ദുഃഖകരവുമായ ഒരു അവസ്ഥയാണ്. ഓരോ ദിവസവും മനുഷ്യജീവൻ പൊലിയുന്ന ഗുരുതര സാഹചര്യമാണ്. പോള് ഒരു വളരെ സാധാരണക്കാരനായ ഒരു കുടുംബമാണ്. കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗവും ബ്രെഡ് വിന്നറുമാണ് പോളെന്നുള്ളത്. വളരെ ഗുരുതരമായി സർക്കാർ പ്രഖ്യാപനങ്ങളിലല്ല നടപടികളെക്കുറിച്ച് ആലോചിക്കണം. ആവാസ വ്യവസ്ഥ അതുപോലെ സംരക്ഷിക്കാനും പ്രതിരോധ നടപടികൾ വളരെ ശക്തമായി നടത്താനും ജനങ്ങളെ സംരക്ഷിക്കാനുമുള്ള ഗൗരവമായ നടപടികളും, മരണപ്പെട്ട കുടുംബങ്ങൾക്ക് 50 ലക്ഷവും ആശ്വാസധനവും അതോടൊപ്പം കുടുംബത്തിലൊരാൾക്ക് ജോലിയും അവരുടെ കടമെഴുതി തള്ളാനുള്ള നടപടിയും മക്കളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ സർക്കാർ ഏറ്റെടുക്കാനുള്ള നടപടി, അത് ഈ കേസിൽ മാത്രമല്ല, അത് ഇന്നലകളിൽ നടന്ന കേസുകളിലും ഇനി വരാതിരിക്കട്ടെ അത്തരം കേസുകൾ ഉൾപ്പെടെ സർക്കാരിൻ്റെ സമീപനമുണ്ടാവണം. പ്രഖ്യാപിച്ച നടപടികൾ പ്രാവർത്തികമാക്കുന്നതിൽ വന്ന ഗുരുതരമായ വീഴ്ചയാണ് പോളിൻ്റെ അജീഷിൻ്റെ മരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഈ അജിയുടെ മരണം പിന്നിട്ട് ദിവസങ്ങൾക്കകം പോളും സമാനമായ രീതിയിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. വയനാട്ടിൽ ഇന്നിപ്പോൾ ഹർത്താലാണ്. എല്ലാ കക്ഷികളും ചേർന്ന് ആദ്യം UDF പ്രഖ്യാപിച്ചു, പിന്നീട് LDFും BJP അടക്കം പ്രഖ്യാപിച്ചു. ഈ ഒരു പ്രതിഷേധത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഇത്തരമൊരു സാഹചര്യം തടയുന്നതിൽ വനം വകുപ്പിന് വീഴ്ച സംഭവിച്ചു, സർക്കാരിന് വീഴ്ച സംഭവിച്ചു? തടയുന്നതിൽ സർക്കാരിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ സർക്കാർ അസംബ്ലിക്കകത്ത് അസംബ്ലിക്ക് പുറത്ത് വയനാട്ടിൽ നടന്ന ചർച്ചയിൽ മന്ത്രിയോട് നേരിട്ട് പറഞ്ഞതാണ്. പക്ഷെ അതിൻ്റെ വൈകാരികതയോ അതിൻ്റെ ഒരു തീഷ്ണതയോ പ്രവർത്തനത്തിൽ ഒന്നുപോലും ഉണ്ടായിട്ടില്ല. ഇപ്പം നടന്നിരിക്കുന്ന സംഭവത്തിൽ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഗുരുതരമായ ലാപ്സും സംഭവിച്ചു. അവസാനം പ്രജീഷിൻ്റെ മരണം കടുവ പിടിച്ചുകൊണ്ടുപോയി പച്ചയോടുകൂടി ഭക്ഷിച്ചിട്ട് വയനാടിൻ്റെ ചുമതലയുള്ള മന്ത്രി പോലും ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അജീഷിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോളിൻ്റെ വീട്ടിലേക്ക് വരുമോ എന്നുള്ളത് അറിയില്ല. ഞങ്ങൾ നേരത്തെ തന്നെ ഫെൻസിങ്ങിനുള്ള കാശ്, ആവാസ വ്യവസ്ഥയെ പുനഃക്രമീകരണത്തിനുള്ള നടപടികൾ, അന്തർ സംസ്ഥാന ഏകോപനത്തിൻ്റെ കാര്യങ്ങൾ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിന്ന് താഴോട്ട് ഡെലിഗേഷൻ പവർ കൈകാര്യം ചെയ്യാനും 133 CRPC അനുസരിച്ച് കലക്ടർ ഉത്തരവിടാനുള്ള നടപടികൾ ഉൾപ്പെടെ ഇതെല്ലാം തന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിലൊന്നുപോലും നടപ്പിലാക്കാൻ
സർക്കാർ തയ്യാറായില്ല. അതിൻ്റെ ഇരകളാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട അജീഷും പോളൊക്കെ. ഇങ്ങനെ വയനാടിനെ കൊണ്ടുപോകാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനം ഞങ്ങൾ UDF നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. 20-ാം തീയതി കളക്ടറേറ്റ് പടിക്കൽ മുഴുവൻ പൊതുപ്രവർത്തകൻ ജനപ്രതിനിധികളുടെ 24 മണിക്കൂർ രാവും പകലുമുള്ള ഉപവാസത്തിന് നേതൃത്വം കൊടുത്തു. ഞങ്ങളിനി സെക്രട്ടേറിയറ്റിലേക്കുള്ള സമരത്തിന് പോവുകയാണ്. ഇത്രയും ഗുരുതരമായ സാഹചര്യം വയനാടിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. സെക്രട്ടേറിയറ്റ് സമരത്തിൻ്റെയൊക്കെ തുടർ പ്രക്ഷോഭങ്ങളുടെ രീതി എന്തായിരിക്കും? അത് തീയതി തീരുമാനിച്ചത് എങ്ങനെയാണ്? തുടർ പ്രക്ഷോഭം ഞങ്ങൾ ഇൻ കൺസെപ്റ്റ് തീരുമാനിച്ചു. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും തീരുമാനിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ കളക്ടറേറ്റ് പടിയിലുള്ള സമരം തീരുമാനിച്ചു. ഇന്നത്തെ ഹർത്താൽ തീരുമാനിച്ചു. ശക്തമായിട്ടുള്ള പ്രക്ഷോഭവും ഗവൺമെൻറ് മേലെ സമ്മർദ്ദവും. ഇനി ബഹുമാനപ്പെട്ട വനം മന്ത്രിയെ പുറത്താക്കണം. വയനാടിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഷെയർ ചെയ്യാത്ത മന്ത്രിയാണ്. ഇനി വേണ്ടത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം വയനാട് സന്ദർശിച്ച് ഇവിടെയുള്ള ജനതയുടെ വേദന നേരിട്ടറിഞ്ഞ് പരിഹാര നടപടികൾക്ക് നേതൃത്വം കൊടുക്കണം. എന്തായാലും വിദ്യ ഇത് വ്യക്തമാക്കുന്നത് ടി സിദ്ദീഖ് MLA പറയുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമിതി, മന്ത്രിതല സമിതി വയനാട് സന്ദർശിക്കണം, വനം മന്ത്രിയെ പുറത്താക്കണം. മാത്രമല്ല വയനാടിൻ്റെ വികാരം മനസ്സിലാക്കാത്തൊരു വനം മന്ത്രിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. മാത്രമല്ല ഈ കൊല്ലപ്പെട്ട പോളിൻ്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, പോളിൻ്റെ മാത്രമല്ല അജീഷിൻ്റെ ഉൾപ്പെടെ നേരത്തെയും വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിൻ്റെ അടക്കമുള്ള കുടുംബങ്ങൾക്കും സമാനമായ രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകണം. ഒപ്പം തന്നെ ഈ മറ്റു കാര്യങ്ങൾ, ഇവരുടെ കുടുംബത്തിന് ആശ്രിത നിയമനം അടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധ ചെലുത്തണം. കൂടാതെ വന്യജീവി ശല്യം, ആക്രമണം തടയാനായി ഫെൻസിംഗ് അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ സർക്കാർ ഏർപ്പെടുത്തണം. ഇക്കാര്യം നേരത്തെ തന്നെ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുള്ളതാണ്. എന്നാൽ അക്കാര്യത്തിൽ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. സർക്കാരിന് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചത് എന്നൊരു ആരോപണം കൂടി ടി സിദ്ദീഖ് MLA ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന. അദ്ദേഹം KPC വർക്കിംഗ് പ്രസിഡന്റ് മാത്രമല്ല കൽപ്പറ്റ MLA കൂടിയാണ്. വയനാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധി എന്ന രീതിയിലാണ്. മാത്രമല്ല നേരത്തെ ഇക്കഴിഞ്ഞ 20-ന് പ്രധാനമായും ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾ കളക്ട്രേറ്റിന് മുൻപിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഇനി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കാണ് ഈ സമരം. വയനാടിൻ്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വയനാട്ടിലെ ജനപ്രതിനിധികൾ പ്രത്യേകിച്ച് UDFൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക്, പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് വയനാട്ടിൽ UDF അടക്കമുള്ള LDF അടക്കമുള്ള BJP അടക്കമുള്ള സർവകക്ഷി MLA സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിഷേധ നടപടികളൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഒരു ജീവനും പകരം വെക്കാൻ എന്ത് നൽകിയാലും സാധിക്കില്ല എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ ഇനിയൊരു ജീവന ഭീഷണി ഉണ്ടാവാത്ത രീതിയിൽ ഒരു നടപടി എടുക്കാൻ ഈ ഒരു പ്രതിഷേധങ്ങൾ കൊണ്ട് സാധ്യമാകട്ടെ എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. അത്രയേറെയാണ് ഒരുപക്ഷെ വയനാട്ടിലെ ജനങ്ങൾ ഈ ഒരു ഭീതിയിൽ നിൽക്കുന്നത്. ഇനിയൊരു ജീവന് ഭീഷണി ഉണ്ടാവാത്ത രീതിയിൽ ഒരു പരിഹാര മാർഗം കണ്ടെത്താൻ മന്ത്രിസഭ തീരുമാനിക്കട്ടെ. അത്തരത്തിലേക്കൊക്കെ സംഭവിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം.